പെന്റഗൺ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വൻ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ചൈന പാകിസ്ഥാൻ ഏകദേശം 40 അഞ്ചാം തലമുറ J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വരെ ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന ഒരു റിപ്പോർട്ടാണ് പെന്റഗൺ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ റാഫേൽ വിമാനങ്ങൾ ഉൾപ്പെടുത്തിയതിനു ശേഷം ദക്ഷിണേഷ്യൻ വ്യോമശക്തിയിലെ ഏറ്റവും നിർണായകമായ മാറ്റങ്ങളിൽ ഒന്നാണ് ഇത്. 2025 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഉൾപ്പെടുന്ന സൈനിക സുരക്ഷാ വികസനങ്ങൾ എന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ പുനഃക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചൈന പാകിസ്ഥാൻ പ്രതിരോധ സംയോജനം അതിവേഗം ത്വരിതപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയെ മറികടക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് പാകിസ്ഥാന് ഇതിനു പിന്നിലുള്ളത്. അസമമായ സാങ്കേതിക കുതിച്ചുചാട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ ഗുണപരവും സംഖ്യാപരവുമായ വ്യോമശക്തി നേട്ടങ്ങൾ നികത്താനുള്ള പാകിസ്ഥാന്റെ ദീർഘകാല ആവശ്യകതയാണ് ഇത്. അതേസമയം ചൈനയാവട്ടെ ചൈനയുടെ കയറ്റുമതി അഭിലാഷങ്ങളെ സംയോജിപ്പിക്കുന്ന ഒന്നാക്കി ഇതിനെ മാറ്റിയിരിക്കുകയും ചെയ്യുന്നു. ചൈനയുടെ ഈ വാഗ്ദാനത്തിൽ 3 യുദ്ധവിമാനങ്ങളുടെ കയറ്റുമതിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതായത് 5ാം തലമുറ FC-31ഉം 4ാം തലമുറ J-10C മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളും അതേപോലെ തന്നെ ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നിർമ്മിച്ച JF-17 ലൈറ്റ് യുദ്ധവിമാനങ്ങളുമാണ് ഈ 3 യുദ്ധവിമാനങ്ങൾ. 2020 മുതൽ 36 യൂണിറ്റുകൾ എന്ന നിലയിൽ 2025 മെയ് മുതൽ പാകിസ്ഥാന് വേണ്ടി J-10Cയുടെ 20 യൂണിറ്റുകൾ എത്തിച്ചു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ J-35ന്റെ വരാനിരിക്കുന്ന ഉൾപ്പെടുത്തൽ എന്ന് പറയുന്നത് കേവലം ഒരു ബലഘടന നവീകരണം മാത്രമല്ല, മറിച്ച് വ്യോമശക്തി സന്തുലിതാവസ്ഥയെ സംഖ്യാതുല്യതയിൽ നിന്ന് അതിജീവന കേന്ദ്രീകൃത പ്രതിരോധത്തിലേക്ക് പുനഃക്രമീകരിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം കൂടിയാണ്. അതായത് ഈ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ സ്റ്റെൽത്ത്, ഫസ്റ്റ് ലുക്ക് നേട്ടം, നെറ്റ്വർക്ക് ചെയ്ത കിൽ ചെയിനുകൾ എന്നിവ നമ്മുടെ ഇന്ത്യയുടെ 4ാം തലമുറയിലെ ഉയർന്ന നിലവാരമുള്ള പോരാളികളുടെ വിപുലീകരണത്തെ മറികടക്കുകയും ചെയ്യുന്നു. പെന്റഗണിന്റെ ഈ റിപ്പോർട്ട് പറയുന്നത് ഈ ഒരു വ്യാപാരം എന്ന് പറയുന്നത് ഒരു തന്ത്രപരമായ കയറ്റുമതി സിദ്ധാന്തമാണ്, അല്ലാതെ ഒറ്റത്തവണയുള്ള ആയുധ വാഗ്ദാനമല്ല. അതായത് 2025 ഡിസംബർ 23 പുറത്തിറക്കിയ 2025 ചൈന മിലിറ്ററി പവർ റിപ്പോർട്ട് ചൈനയുടെ പ്രതിരോധ വ്യാവസായിക പെരുമാറ്റത്തിൽ ശ്രദ്ധാപൂർവമായ സാങ്കേതിക വിദ്യ നിലനിർത്തുന്നതിൽ നിന്ന് വിശ്വസ്തത പങ്കാളികളിലേക്ക് ഉയർന്ന നിലവാരമുള്ള കഴിവുകളുടെ കണക്ക് കൂട്ടിയ വ്യാപനത്തിലേക്കുള്ള ബോധപൂർവമായ മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഈ 5ാം തലമുറ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോം പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് F-35 പോലുള്ള പാശ്ചാത്യ പ്ലാറ്റ്ഫോമുകളുമായി പൂർണ്ണമായ പക്വതയല്ലെങ്കിലും ദൗത്യ പ്രൊഫൈലിൽ താരതമ്യപ്പെടുത്താവുന്ന ഒരു സ്റ്റെൽത്ത് വിമാനം പ്രവർത്തിപ്പിക്കാൻ ചൈന ഒരു വിദേശ വ്യോമസേനയെ അനുവദിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. ഇപ്പോഴത്തെ ഈ ഒരു കൈമാറ്റം 2025 ജൂണിൽ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു. അതായത് 40 5ാം തലമുറ J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, അതോടൊപ്പം തന്നെ KJ-500 എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അതേപോലെ HQ-19 എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സമഗ്ര പ്രതിരോധ പാക്കേജ് ചൈന നിർദ്ദേശിച്ചിരുന്നു എന്നാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത്. ഇപ്പോഴത്തെ ഈ J-35 കൂടാതെ 360 ഡിഗ്രി കവറേജ് നൽകുന്ന AESA റഡാർ ഘടിപ്പിച്ച KJ-500 AEW&Cയുടെ ഉൾപ്പെടുത്തലും പാകിസ്ഥാന്റെ യുദ്ധ മാനേജ്മെന്റ് ശേഷിയെ നാടകീയമായി തന്നെ വർദ്ധിപ്പിക്കും. J-35നെ ഒരു നെറ്റ്വർക്ക് സെൻസർ ഷൂട്ടർ നിർമ്മാണത്തിൽ പ്രവർത്തിക്കാൻ ഇത് പ്രാപ്തമാക്കുകയും ചെയ്യും. ഇത് എക്സ്പോഷർ കുറയ്ക്കുന്നതിനൊപ്പം സ്റ്റെൽത്ത് പെനട്രേഷൻ പരമാവധിയാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു വാഗ്ദാനത്തിൽ HQ-19ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ US-ന്റെ താടിന് സമാനമായി ചൈനയുടെ പ്രവർത്തനപരമായ മാതൃക എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന HQ-19 മിസൈൽ പ്രതിരോധ സംവിധാനം ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ഇന്റർസെപ്ഷൻ ശേഷിയുടെ ഒരു പുതിയ തലമാണ് അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മിസൈൽ നിലയെയും സ്റ്റാൻഡ് ഓഫ് പ്രിസിഷൻ സ്ട്രൈക്ക് ഓപ്ഷനുകളെയും ആശ്രയിക്കുന്നതിനെ നേരിട്ട് സങ്കീർണമാക്കും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഈ സംവിധാനങ്ങൾ ഒരുമിച്ച് ലംബമായി സംയോജിപ്പിച്ച ഒരു വ്യോമശക്തി ആവാസ വ്യവസ്ഥയെ പാകിസ്ഥാന് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഇത് പാകിസ്ഥാനെ വ്യോമാതിർത്തിയിൽ മത്സരിക്കാനും നിർണായക നോഡുകൾ സംരക്ഷിക്കാനും ഇന്ത്യയുമായുള്ള നിരന്തരമായ വിഭവ അസമമിതികൾക്കിടയിൽ വിശ്വസനീയമായ പ്രതിരോധ പദ്ധതി ഇടാനും പ്രാപ്തമാക്കും. തന്ത്രപരമായി പറഞ്ഞാൽ 2025 ജൂണിലെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളെ അഭിമാനകരമായ ആസ്തികളായിട്ടല്ല, മറിച്ച് അതിജീവനം, സംയോജനം, വർധന നിയന്ത്രണം എന്നിവയിലൂടെ ഇന്ത്യയുടെ സംഖ്യാപരമായ ആഴം നികത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിശാലമായ ഒരു പ്രതിരോധ വാസ്തുവിദ്യയ്ക്കുള്ളിലെ കേന്ദ്ര നോഡുകളായിട്ടാണ് കാണുന്നത്. ഇന്ത്യക്ക് ഇതൊരു ഭീഷണിയായി തീരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പെന്റഗൺ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.